നമസ്കാരം. സെന്റ് ജോസഫ് ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സൂര്യ ഗായത്രി. മധ്യ തിരുവിതാംകൂറിലെ ആദ്യ പെൺപള്ളിക്കുടം ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കി മുന്നേറുകയാണ്. ചങ്ങനാശ്ശേരിയുടെ പൈതൃകത്തോടൊപ്പം ചേർത്ത് വെക്കാവുന്ന സെന്റ് ജോസഫ് സ്കൂളിലെ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ഒരെത്തിനോട്ടം. സെന്റ് ജോസഫ് സ്കൂൾ നിയോജക മണ്ഡലത്തിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ രാഖിത നമ്മോടൊപ്പം ചേരുന്നു. ഹലോ രാഖിത, കേൾക്കാമോ? എന്തൊക്കെ ഒരുക്കങ്ങളാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുങ്ങിയിരിക്കുന്നത്? കേൾക്കുന്നുണ്ട്. സെന്റ് ജോസഫ് സ്കൂൾ നിയോജക മണ്ഡലത്തിൽ 30 പോളിംഗ് ബൂത്തുകളാണ് നടക്കുന്നത്. ഏകദേശം 1086 വോട്ടർമാരാണ് ഉള്ളത്. ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളും റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മോടൊപ്പം സ്കൂൾ പാർലമെന്റ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ റവറന്റ് സിസ്റ്റർ ധന്യ തെരേസ് CMC ചേരുന്നു. സിസ്റ്റർ, ഇലക്ഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പങ്കുവെക്കുന്നത്? നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അവിടെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ജനാധിപത്യ തെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ നമ്മുടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഇങ്ങനെ അധികാരികൾ നമ്മൾ തന്നിരിക്കുന്നത് അതിന്റെ എങ്ങനെയാണ് നമ്മുടെ വോട്ടെടുപ്പുകൾ നടക്കേണ്ടത് എന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായിട്ടുള്ള ഡേറ്റുകൾ തന്നതനുസരിച്ച് തന്നെ നമ്മൾ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചു. കുട്ടികൾ കൃത്യമായിട്ട് അതിന് നാമനിർദ്ദേശ പത്രികകൾ തന്നു. അപ്പോൾ അതനുസരിച്ച് ഇലക്ഷൻ നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് അതിൻ്റെ നേതൃത്വത്തിൽ നടന്നു. കുട്ടികളെ പോളിംഗ് ഓഫീസേഴ്സിനെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇന്ന് കാര്യക്ഷമമായിട്ട് അധ്യാപകരുടെയും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ, കാത്തിരുന്നൊരു ജനത വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ വളരെ നന്നായി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന്. പുതുയുഗമായി പുലരൊളി പോൽ വാ, കാത്തിരുന്നൊരു ജനത വന്നേ ഈ നാടിനു പെരുമ, വഴിമാറുക നീതിരഥം ഇതിലേ, ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ, കാത്തിരുന്നൊരു ജനത വന്നേ ഈ നാടിനു പെരുമ. ആവേശഭരിതമായ തെരഞ്ഞെടുപ്പ് സെന്റ് ജോസഫ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 9ാം നമ്പർ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ പ്രിൻസി ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നു. പതിരും മലരും കതിരും തിരിയും നാളെ ചളിയും വഴിയും തെളിയും നാളെ നാടിൻ തോഴൻ കൂടെ, ഒരു പുതുയുഗമിതിലേ ഇരുളുകളകലേ പോ. സെന്റ് ജോസഫ് സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര അധ്യാപികയായ ബിന്ദു ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നു. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ജനാധിപത്യ ഭരണക്രമത്തിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ പരിശീലിപ്പിക്കാനുള്ള വേദി കൂടിയാണ് വിദ്യാലയം. വിദ്യാലയത്തിലെ ജനാധിപത്യ വേദി, അതായത് സ്കൂൾ പാർലമെന്റ്, ആ ലക്ഷ്യം വെച്ചുള്ളതാണ്. ജനാധിപത്യ രീതിയിലുള്ള സർക്കാരിന്റെ മാതൃകയിലാണ് സ്കൂൾ പാർലമെന്റും. ഓരോ ക്ലാസും ഓരോ പാർലമെന്റ് മണ്ഡലമാണ്. ഓരോ മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു. പ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്ന് സ്കൂൾ ലീഡറിനെയും മറ്റ് ഭാരവാഹികളെയും തെരഞ്ഞെടുക്കുന്നു. ജനക്ഷേമ തൽപരരായ, രാഷ്ട്രത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള മഹാത്മാക്കളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സ്കൂൾ പാർലമെന്റ് വളരെ വലിയ പങ്ക് വഹിക്കുന്നു. നിലവിലെ സ്കൂൾ ലീഡർ ആയിരുന്ന കുമാരി ബസീർ ആപ്പിൾ സ്കൂൾ ലീഡർ എന്ന നിലയിൽ ഇലക്ഷനെ എങ്ങനെ വിലയിരുത്തുന്നു? ഇന്ന് നമ്മുടെ ക്ലാസ് മുറികളിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ. ഈ തെരഞ്ഞെടുപ്പ് വെറും ഒരു മത്സരമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം എത്രത്തോളം ശക്തമാണെന്ന് നമ്മൾ കാണുന്നത് ഈ ചെറിയൊരു തെരഞ്ഞെടുപ്പിലൂടെയാണ്. സ്കൂളുകളുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ആവേശപൂർണമായ ഒരു വോട്ടെടുപ്പ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സെന്റ് ജോസഫ് സ്കൂളിന് വേണ്ടി ക്യാമറമാനോടൊപ്പം രാഖിത രാജി. ഭാവിയിൽ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ ചെയ്യേണ്ടതെന്നും എന്നെ നിശ്ചിതമായിരുന്ന ചിന്തകളെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള അവബോധം സ്കൂളിൽ നടത്തപ്പെട്ട പാർലമെന്റ് ഇലക്ഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
സെയിന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഇതുവരെ 98.6% പോളിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ നുകർന്ന് ചങ്ങനാശ്ശേരി സെയിന്റ് ജോസഫ് GHSലെ വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആവേശകരമായ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിദ്യാർത്ഥികളിൽ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ കുറിച്ചുള്ള അവബോധം വരുത്തുന്ന രീതിയിലായിരുന്നു. 25ാം ബൂത്തിലെ സമ്മതിദായകയായി ജുമാന നമ്മോടൊപ്പം ചേരുന്നു. ജുമാന, കേൾക്കുന്നുണ്ടോ? ആവേശോജ്വലമായ തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ബൂത്തിൽ നടക്കുന്നത്. 5 സ്ഥാനാർത്ഥികൾ തമ്മിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ കാണുന്നത്. എന്റെ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ നേതാക്കളും നമ്മുടെ ശബ്ദമാകണം. അവർ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അത് അധ്യാപകരുടെയും അധികാരികളുടെയും മുമ്പിൽ അവതരിപ്പിക്കുകയും വേണം. കടമകൾ തിരിച്ചറിഞ്ഞ് സഹപാഠികളുടെ ക്ഷേമം മാത്രം മുന്നിൽ കണ്ട് ഇന്നവർ പ്രവർത്തിക്കുമ്പോൾ നാളെ വിവേകത്തോടും സമർപ്പണ ബുദ്ധിയോടും കൂടി രാഷ്ട്രത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള മഹാത്മാക്കൾ പരിശീലിക്കപ്പെടുകയാണ്. കൂടാതെ എന്റെ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത. സെന്റ് ജോസഫ് സ്കൂളിൽ 2025-2026 വർഷത്തിലെ സ്കൂൾ ലീഡറായി 9D ക്ലാസ്സിൽ നിന്നും എൽജീന അൽഫോൺസ ജോർജ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സെയിന്റ് ജോസഫ് GHS ചങ്ങനാശ്ശേരി ഇന്ന് പാർലമെന്റ് ഇലക്ഷൻ ആണ്. ഇത് തികച്ചും ജനാധിപത്യപരമായത്. സെയിന്റ് ജോസഫ് GHS എന്ന ചരിത്രമുറങ്ങുന്ന പാരമ്പര്യ സമ്പുഷ്ടമായ ഈ പെൺപള്ളികൂടത്തിൽ 2025-26 അധ്യയന വർഷത്തെ ലീഡറാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. 2025-26 സ്കൂളിൽ എന്ന ഉത്തരവാദിത്തം ലഭിച്ചതോടെ അധ്യാപകരോടും സ്കൂളിനോടും വിധേയത്വമുള്ള ഇവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് നല്ലൊരു മാതൃകയായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.